നമസ്കാരം. UDFന്റെ മുഖ്യമന്ത്രി ആരാകും എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ UDF അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരാകും പ്രതിപക്ഷ നേതാവ് എന്നത് തന്നെയായിരുന്നു. ഒരു പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു. ദൈവമേ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരല്ലേ എന്നവർ മുട്ടുപ്പായി പ്രാർത്ഥിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ VD സതീശനെ നേരിടാൻ പിണറായി വിജയൻ കളത്തിലിറങ്ങിയാൽ പ്രതിനായകൻ പ്രതിപക്ഷ നേതാവ് നായകനാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം തലയെടുപ്പുള്ള നിലപാടുള്ള പിണറായി വിജയനെ പോലെ ഒരാൾ പ്രതിപക്ഷ നേതാവിന്റെ കോട്ടിട്ട് സഭയിലിറങ്ങിയാൽ സ്വാഭാവികമായും VD സതീശനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അയാൾ അങ്ങനെയാണ്. 140 MLA-മാർക്ക് ഒരു പിണറായി വിജയൻ മതി എന്നവർക്ക് നന്നായി അറിയാം. കഴിഞ്ഞ 10 വർഷവും ഈ നാടിനെ നയിച്ചവരാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഈ നാടിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെട്ട് പരിഹരിച്ച് ഈ നാടിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിപ്പിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചവരാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ആ സഭയിലെത്തുമ്പോൾ അയാൾക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്: താൻ തുടങ്ങി വെച്ച ഒരു പദ്ധതികളും ഇവിടെ മുടങ്ങരുതെന്ന്. താൻ തുടങ്ങി വെച്ചതൊന്നും മുടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന്. അങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ പിണറായി വിജയൻ സഭയിലേക്ക് എത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയൻ സഭയിലെത്തുമ്പോൾ എന്താണ് UDF പറയുന്നത്? കണ്ടോ, VD സതീശനെ നേരിടാൻ വേണ്ടി പിണറായി വിജയൻ ഇറങ്ങുന്നു, വേറെ ആരും ഇല്ലേടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യങ്ങളിൽ നിന്ന്, അവരുടെ UDF സൈബർ ഹാൻഡിൽ പേജുകളിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: പിണറായി വിജയന്റെ പേര് കേട്ടപ്പോഴേ അവർ വിറച്ചിരിക്കുന്നു. ഇനി സഭയിലെത്തുമ്പോൾ കഥ മുഴുവൻ മാറും എന്നുള്ളതാണ്. ഇനി ഏത് രീതിയിലാകും VD സതീശനെ സഭയിൽ പിണറായി വിജയൻ നേരിടുക? ഒരു കാര്യം ഞാൻ പറയാം: വളരെ മാന്യതയോടെ ആയിരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഓരോ മൂവ്മെന്റും. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഈ സംസ്ഥാനത്തിനെതിരെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ ശബ്ദമുയർത്തിയും ഈ സംസ്ഥാനത്തിനെതിരെ സംസാരിച്ചും വികസന പദ്ധതികൾ മുഴുവൻ മുടക്കിയും ഒരു ബഹിഷ്കരണ പക്ഷമായി മാറിയ ഒരു പ്രതിപക്ഷത്തെയാണ് പലരും കണ്ടത്. പലരും ചോദിച്ചു തുടങ്ങിയിരുന്നു, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തിനേയും ഏതിനേയും ഒക്കെ ബഹിഷ്കരിക്കുന്നവരാണോ എന്ന് ചോദിച്ചിരുന്നു. എന്നിട്ടും ചക്കയിട്ടപ്പോൾ മൊയില് ചത്തു എന്ന് പറയുന്നത് പോലെ ജനങ്ങൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ചപ്പോൾ ഒന്നും ചെയ്യാത്ത UDFന്, ഒരു അമ്പേ പരാജയമായ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പിണറായി വിജയൻ ഈ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തിന് ദോഷമായി വരുന്ന ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഒപ്പം സംസ്ഥാനത്തിന് ഗുണപരമായി വരുന്ന ഒന്നിനും ഞങ്ങൾ തടസ്സം പറയുകയുമില്ല. ഞങ്ങളൊരു എന്താ പറയാ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് 24 മണിക്കൂറും ഈ സഭ ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിപക്ഷമായിരിക്കില്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കുമെന്നും ഞങ്ങൾ മാതൃകാപരമായ പ്രതിപക്ഷമായിരിക്കുമെന്നും ഒക്കെയാണ് നമ്മുടെ പിണറായി വിജയൻ പറയുന്നത്. അത് തന്നെയാണെന്നേ VD സതീശന്റെയും പേടി. VD സതീശനെ പോലുള്ള ആളുകളുടെ അടുത്ത് പിണറായി വിജയൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്തുത്തരം നൽകും VD സതീശൻ എന്നുള്ളതാണ്. ഇവിടെ ഖജനാവ് പാപ്പരാണെന്നൊക്കെ VD സതീശന് പിണറായി വിജയന്റെ മുമ്പിൽ പറയാൻ കഴിയുമോ? ഇവിടെ പാപ്പരല്ല എന്ന് പിണറായി വിജയൻ കണക്ക് നിർത്തി അദ്ദേഹം വാദിക്കില്ലേ? 4000 കോടി രൂപ ഖജനാവില് ബാക്കി വെച്ചിട്ടാണ് ഈ സർക്കാരിന് വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് LDF സർക്കാർ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ്. അപ്പോ ആ കണക്കുകൾക്ക് മുമ്പിൽ നിന്ന് VD സതീശൻ വിയർക്കും. ഇപ്പൊ ഇവരൊക്കെ ആലോചിക്കുന്നത് എന്താണെന്ന് പറയും. ഇപ്പൊ ഇന്നലെ തന്നെ AK ആന്റണി എന്താണ് പറഞ്ഞത്? അതായത് ഒന്നും പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത്. ഭയങ്കര ഖജനാവ് ഫുള്ളും കാലിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, ഖജനാവ് കാലിയാണ് എന്നാണ് സതീശൻ വാദിക്കുന്നതെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എങ്ങനെയാണ് LDF സർക്കാർ മുടങ്ങാതെ പെൻഷൻ കൊടുത്തത്? എങ്ങനെയാണ് LDF സർക്കാർ KSRTC ജീവനക്കാർക്ക് മുടങ്ങാതെ ശമ്പളം കൊടുത്തത്? എങ്ങനെയാണ് LDF സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയത്? ഒരു മുടക്കും അദ്ദേഹം വരുത്തിയില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഖജനാവ് കാലിയല്ല എന്നത് തന്നെയാണ്. അപ്പോൾ മുടന്ത ന്യായങ്ങൾ സതീശനും സംഘവും ഒക്കെ പറയാനാണ് പ്ലാനെങ്കിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ പിണറായി വിജയൻ VD സതീശനെ ഇണ്ണയൊക്കെ വരപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ VD സതീശനെ പിണറായി വിജയന് ഇങ്ങനെ കിട്ടുമ്പോൾ കാണാൻ പോകുന്നത് ഒരു അയ്യപ്പൻ കോശിക്കളി തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം VD സതീശൻ അത്രമേൽ ഉപദ്രവിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ രാഷ്ട്രീയപരമായി മാത്രമല്ല വ്യക്തിപരമായി ഒക്കെ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം ആക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയായ എന്നൊറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം
ഒരു UDF നേതാവിനെയും വ്യക്തിപരമായി ആക്രമിക്കുകയോ അവരുടെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതൊരു രാഷ്ട്രീയ മാന്യതയാണ്. അത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം വരുമ്പോഴും തുടരുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുകൊള്ളൂ. ഈ പ്രകടന പത്രികയിൽ ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ 3000 വർദ്ധിപ്പിക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി സൗജന്യ ഇൻഷുറൻസ്. അതുപോലെ തന്നെ വിശപ്പ് രഹിത കേരളത്തിനായി ഇന്ദിരാ ക്യാൻറ്റീൻ. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 ആക്കും. അതുപോലെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ് നമ്മുടെ UDF സർക്കാർ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുതൽ ഇതൊക്കെ നടപ്പിലാക്കണം. അല്ലെങ്കിൽ ജനം ചോദിക്കും, എവിടെ സൗജന്യ യാത്ര, ഇവിടെ ഞങ്ങൾ 1000 രൂപ എന്ന് കോളേജ് വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങും. ഞങ്ങളുടെ പെൻഷൻ താമോനെ എന്ന് കരഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ പെൻഷൻ മേടിക്കുന്ന അമ്മമാർ ചോദിച്ചു തുടങ്ങും. അങ്ങനെ ചോദിച്ചു തുടങ്ങുന്നവരുടെ ശബ്ദമായിട്ടാകും അവിടെ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് പിണറായി വിജയൻ നിൽക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ചോദിക്കും VD സതീശനോട്, നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് ആ പൈസ എവിടെയെന്ന് ചോദിക്കും. നിങ്ങൾ കൊടുക്കുന്ന പൈസ കിട്ടിയിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കുന്ന ആളുകളുടെ കഥകൾ പറയും പിണറായി വിജയൻ. അവരുടെ കണക്കുകൾ നിരത്തും. എന്തുകൊണ്ട് അതൊന്നും മുടക്കിയില്ല എന്ന് അവിടെ പിണറായി വിജയൻ വിശദീകരിക്കും. അന്ന് ആ വാർത്ത കാണുന്ന ജനങ്ങൾ ഈ ചാനലിന് മുമ്പിലിരുന്ന് നിറ കണ്ണുകളോടെ പറയും, ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചുവെന്ന്, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചുവെന്ന്. പിണറായി വിജയനോർത്ത് ഇയാൾ എത്രയോ നീതിമാനായിരുന്നു എന്ന് പറയുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ തന്നെ 8 ദിവസം മുഖ്യമന്ത്രി ആകാൻ വേണ്ടി വൈകിയപ്പോൾ തന്നെ എന്താണ് UDFനെ പറ്റി ജയിപ്പിച്ച ജനങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു, ഞങ്ങൾക്ക് സത്യത്തിൽ ഇതിലും വലിയൊരു പണി കിട്ടാനില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടാനല്ല ഞങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. ഇങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും ജയിപ്പിക്കില്ലായിരുന്നു, നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് പോലും പറഞ്ഞു. ആരാണ്? UDF പ്രവർത്തകർ പോലും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിൽ എത്രയോ ഭേദമായിരുന്നു LDF സർക്കാർ. LDF സർക്കാരായിരുന്നു ശരി എന്ന് 8 ദിവസം കൊണ്ട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അപ്പോ സ്വാഭാവികമായും ഇനി അവർ സഭയിൽ നടത്താൻ പോകുന്ന പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും VD സതീശൻ. എന്തെന്നാൽ സതീശൻ പറഞ്ഞിട്ടുള്ളത് അമ്മാതിരി കല്ലുവെച്ച നുണകളാണ്. ആ നുണകൾ ഓരോന്നായി പിണറായി വിജയൻ ഇങ്ങനെ കീറി ജനങ്ങൾക്ക് മുമ്പിൽ UDF സർക്കാരിനെ തുറന്നു കാട്ടുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പിണറായി വിജയൻ പെർഫെക്റ്റ് ആണ്, അദ്ദേഹം ഹെവി പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തോൽവിയുടെ ഭാരവും പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് പിണറായി വിജയനെ ഈ പ്രതിപക്ഷത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും UDF നടത്തി. അതായത് പിണറായി വിജയൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി തകർന്നു പോകും എന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി, സഖാക്കൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. പക്ഷെ ഈ പാർട്ടി അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ. അതുകൊണ്ട് അവരുടെ ആ സംഭവം ഒന്നും ഏറ്റില്ല. പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമിട്ട് വരുമ്പോൾ സഖാക്കൾ എടുത്തു പറയുന്നു, നിങ്ങൾക്കുള്ള ഉത്തരം പിണറായി വിജയനാണെന്ന്. പിണറായി വിജയൻ ആഘോഷമാകാൻ പോവുകയാണ്. നായകനായി അവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രി സതീശൻ പ്രതിനായകനാകാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടിട്ട് അവിടെ വന്ന് നിൽക്കുന്ന പിണറായി വിജയൻ ജനങ്ങളുടെ നായകനായി മാറാൻ പോവുകയാണ്. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയും ഒക്കെ തകർത്തവരെ എണ്ണി ഉത്തരം പറയിപ്പിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞ കള്ളങ്ങൾ അത് അവരെ കൊണ്ട് തന്നെ പൊളിപ്പിക്കാൻ പോവുകയാണ് LDFും പിണറായി വിജയനും. അതുകൊണ്ടാണ് പിണറായി വിജയനെ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കരുത്തുറ്റൊരാൾ, അത് ആ 35 പേരിൽ വേറെ ആരും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് അത് പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കാത്തിരിക്കുകയാണ് നിയമസഭാ സമ്മേളനങ്ങൾക്ക് വേണ്ടി. ജനം കാത്തിരിക്കുകയാണ് പിണറായി വിജയൻ പറയാൻ പോകുന്ന രാഷ്ട്രീയവും പിണറായി വിജയൻ സഭയിൽ കാഴ്ചവെക്കാൻ പോകുന്ന ആ ഒരു പെർഫോമൻസും കാണാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.